തളിപ്പറമ്പിൽ കോൺഗ്രസിന് തലവേദനയായി സിപിഐഎം വിട്ട ടി.കെ. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം. മണ്ഡലത്തിൽ യു.ഡി.എഫ് പിന്തുണയ്ക്കുന്ന ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് പ്രാദേശിക നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഗോവിന്ദന് പിന്തുണ നൽകുന്നതിലും പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിലും പ്രതിഷേധിച്ച് കെ.പി.സി.സി അംഗം കൊയ്യം ജനാർദ്ദനൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടി.കെ. ഗോവിന്ദൻ. വിവാദങ്ങൾക്കിടെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി.കെ. ശ്യാമള ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഇതുവരെ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഇത്തവണ തളിപ്പറമ്പ് മണ്ഡലം. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആരംഭിച്ച വിവാദങ്ങൾ ആദ്യഘട്ടത്തിൽ CPI-എമ്മിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും ടി.കെ. ഗോവിന്ദന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ വെട്ടിലായത് കോൺഗ്രസ് ആണ്. പാർട്ടിക്കകത്ത് നിന്നതിനെ വിമത ശബ്ദമുയർന്നതോടെ ഗോവിന്ദനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് നേതൃതലത്തിലെ ആലോചന. CPI-എം വിമതനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക നേതാക്കളെയും അണികളെയും ഒരുപോലെ അനുനയിപ്പിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തളിപ്പറമ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൽ പ്രതിഷേധിച്ച് കെ.പി.സി.സി അംഗം കൊയ്യം ജനാർദ്ദനൻ നാമനിർദ്ദേശ പത്രിക നൽകി. ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ ഒരു വികാരം ഇതിനെതിരായിട്ടുള്ള വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു നടപടി പാർട്ടി സ്വീകരിക്കുന്നതിനെതിരെ കോൺഗ്രസിൻ്റെ ഒരാളുകളെ അംഗീകരിച്ച് കോൺഗ്രസിൻ്റെ കൈച്ചിഹ്നം കൊടുത്ത് ഒരു സ്ഥാനാർത്ഥിയാക്കുക. ഗോവിന്ദൻ മാഷോട് തൽക്കാലം മാറി നിന്ന് അല്ലെങ്കിൽ അയാൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കട്ടെ. ഗോവിന്ദൻ മാഷ് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിലപാടെടുക്കുന്ന ഒരു തരത്തിലും പറ്റില്ല. എന്നാൽ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ ആയിരിക്കില്ലെന്ന് ടി.കെ. ഗോവിന്ദൻ വ്യക്തമാക്കി. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ഇരിട്ടിയിലെ വീട്ടിലെത്തി കണ്ട ശേഷമായിരുന്നു പ്രതികരണം. പാർട്ടി കോൺഗ്രസ് നേതാക്കന്മാരും ഞാനും ചേർന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ള അഭിപ്രായം. അല്ല ആൾ കൈപ്പറ്റി ചിഹ്നത്തിലല്ല നല്ലത്. നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM എന്നുള്ള കുറേ വോട്ടുകൾ കൂടി കിട്ടിയാലേ ജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാനല്ല, അവരാഗ്രഹിക്കുന്നത് അധികം ആ പ്രതിഷേധത്തിന് വേറൊരു ചിഹ്നം ഉണ്ടായാൽ ആ ചിഹ്നത്തിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത്. ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കത്തയച്ചു. തീരുമാനം തിരുത്തിയില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായ ഇടത് സ്ഥാനാർത്ഥി പി.കെ. ശ്യാമള ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നല്ല തയ്യാറെടുപ്പും നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോൾ വിവാദങ്ങളുണ്ടായിട്ട് അതൊരിക്കലും ബാധിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പിൽ NDA-യിലും പ്രതിസന്ധി കടുക്കുകയാണ്. പ്രചാരണത്തിന് പോലും ഇറങ്ങാതെ നിസ്സഹരണത്തിലാണ് മുൻ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസൻ. ധർമ്മടത്ത് സീറ്റ് പ്രതീക്ഷിച്ച ഹരിദാസനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. ന്യൂസ് മലയാളം, കണ്ണൂർ.